സ്തോത്രം. മഹാനും ഭയങ്കരനുമായ കർത്താവിന്റെ വലിയ നാമത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങളെ അറിയിക്കട്ടെ. ഒരാഴ്ച കൂടെ നമ്മളെ വിട്ടുപോകുന്നു. ഒരു മാസവും നമ്മെ വിട്ടുപോകാറായിരിക്കുന്നു. ഇതുവരെ ദൈവം നമുക്ക് നൽകിയ പരിപാലനങ്ങൾക്കായി, കർത്താവിന്റെ സൂക്ഷിപ്പുകൾക്കായിട്ടൊക്കെ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മേലിലും നമ്മെ അനുഗ്രഹ സമൃദ്ധിയോടെ നടത്തുവാൻ മതിയായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വേഗത്തിൽ നാം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അവിടെ പറയുന്ന സൂര്യനെ അണിഞ്ഞ സ്ത്രീയെക്കുറിച്ചും പിന്നെ മഹാസർപ്പത്തെക്കുറിച്ചും ചിന്തിക്കുകയുണ്ടായി. ഒന്നും കൂടെ നമുക്ക് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ. അവളുടെ കാൽ കീഴെ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. സ്തോത്രം. ഈ 6 വാക്യങ്ങളിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളെ കാണാം. സൂര്യനെ അണിഞ്ഞ സ്ത്രീ, അവൾ വേദനപ്പെട്ട് ജന്മം കൊടുത്ത ഒരു ആൺകുട്ടി, ഒരു മഹാസർപ്പം. ആ സ്ത്രീയെക്കുറിച്ച് മുമ്പ് നമ്മൾ ചിന്തിച്ചതുപോലെ പല അഭിപ്രായങ്ങളുണ്ട്. സഭയാണെന്ന് പറയുന്നവരുണ്ട്. സഭയാണെന്ന് പറയുന്നവർ കൊടുക്കുന്ന മാത്യു ഹെൻറി പോലെയുള്ള പ്രശസ്തന്മാരായ കമന്റേറ്റേഴ്സ്, വ്യാഖ്യാതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ ചിന്തിക്കുന്നത് ഇത് സഭയാണെന്നാണ്. സൂര്യനെ അണിഞ്ഞ സ്ത്രീ നല്ല വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. നീതിസൂര്യനായ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന്. ചന്ദ്രൻ കാൽക്കീഴിൽ എന്നതിന് ലോകത്തിന്റെ മേലുള്ള വിജയം, 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം, 12 അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ, ഇങ്ങനെയൊക്കെ വളരെ നമുക്ക് രോമാഞ്ചം കൊള്ളും അളവിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ സഭയോടുള്ള ബന്ധത്തിൽ സ്വീകാര്യമല്ല. നമ്മൾ നേരത്തെ കണ്ടതുപോലെ സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്നുള്ളത് അടയാളം. ആ അടയാളത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നത് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഇസ്രായേൽ എന്ന ജാതി. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് അത് നേരത്തെ ഉറപ്പിച്ചത്. പിന്നെ മഹാസർപ്പത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇന്നലെ നമ്മൾ അതേപ്പറ്റി ചിന്തിച്ചത് മഹാസർപ്പത്തിന്റെ 7 തല, 7 കിരീടങ്ങൾ, 10 കൊമ്പുകൾ. അതിനെപ്പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ 7 തല
17-ാം അധ്യായത്തിലേക്കും നമ്മൾ പോയിട്ട് അതിന്റെ വ്യാഖ്യാനം കണ്ടു. 7 രാജാക്കന്മാർ, 7 മലകൾ ഇരിക്കുന്ന പട്ടണം. അത് തൽക്കാലം നമ്മൾ എടുത്തില്ല. മറ്റൊരു വ്യാഖ്യാനമാണ് അവിടെ ഉള്ളത്, 7 രാജാക്കന്മാർ. അത് രാജാക്കന്മാർ എന്നതിനേക്കാൾ രാജ്യങ്ങൾ, സാമ്രാജ്യങ്ങൾ എന്നുള്ളതാണ് കൂടുതൽ ശരി. അതിൽ 5 പേര് വീണുപോയി. ഭരണകാലം കഴിഞ്ഞ 5 ലോക സാമ്രാജ്യങ്ങൾ. ഒരുത്തൻ ഇപ്പോഴുണ്ട്, 6-ാമൻ, റോം എന്ന സാമ്രാജ്യം. ഒരുവൻ ഇനി വരുവാനിരിക്കുന്നു, 7-ാമത്തേത്, ഇത് ക്രിസ്തുവിന്റെ രാജ്യം അഥവാ സാമ്രാജ്യം. അപ്പോൾ തന്നെ 10 കൊമ്പുകളും രാജാക്കന്മാരെ കുറിക്കുന്നു. എന്നാൽ അത് ഇൻഡിവിജ്വൽ കിങ്സ്, വ്യക്തിപരമായി രാജാക്കന്മാർ എന്നാണ് കണ്ടത്. ദശരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ഭരണകർത്താക്കൾ വ്യക്തികളായിട്ടുള്ള ഭരണകർത്താക്കളാണ്. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് അവർ രാജാക്കന്മാരായിരിക്കും. എന്നാൽ അവരിൽ ചിലരെ നീക്കിക്കൊണ്ടും ഇവരുടെ മുഴുവൻ പിന്തുണയോടും കൂടെ എതിർ ക്രിസ്തു ഭരണാധിപനായി ലോകത്തെ ഭരിക്കുന്ന ചിത്രവും നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണെന്ന് ഞാൻ കരുതട്ടെ. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുവരെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഒന്നുമില്ല എന്ന് കരുതിക്കൊണ്ട് ആൺകുട്ടിയെ കുറിച്ച് നോക്കാം. ആ സ്ത്രീ നോവ് കിട്ടി ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഈ ആൺകുട്ടിയെ കുറിച്ചും വിവിധ ചിന്തകൾ നിലനിൽക്കുന്നുണ്ട്. ക്രിസ്തുവാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്, ആൺകുട്ടി സഭയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ ആൺകുട്ടി സഭയിൽ നിന്നും പുറമേ കാണുന്ന, സഭയിൽ നിന്നും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുന്ന ആദ്യജാതന്മാരുടെ സഭ എന്നൊരു പ്രയോഗം എബ്രായർ 12-ലുണ്ട് സഭയെ പറ്റി. അത് വെച്ചുകൊണ്ട് എടുക്കപ്പെടുന്ന ജയാളികളാണ് ഈ ആൺകുട്ടി എന്നൊരു വ്യാഖ്യാനമുണ്ട്. സ്ത്രീ കൈവിടപ്പെടുന്ന സഭ എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ ചിന്താഗതികൾ അതിലുമുണ്ട്. എന്നാൽ ഈ ആൺകുട്ടി ഏറ്റവും കൂടുതൽ ഒത്തുനിൽക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവിനോട് തന്നെയാണ്. നമുക്ക് ആ കാര്യങ്ങൾ അതുകൊണ്ടൊന്ന് നോക്കാം. ഏറ്റവും ഒന്നാമത് നാം കാണുന്നു, ദിസ് മെയിൽ ചൈൽഡ് ഈസ് ബോൺ ഓഫ് ദിസ് വുമൻ. ഈ സ്ത്രീയുടെ സന്തതിയായിട്ടാണ് ഈ ആൺകുട്ടി ജനിക്കുന്നത്. വാക്കും ഭാഷണവും ഇല്ലാതെ നമുക്ക് ആ കാര്യം മനസ്സിലാകും. ഗലാത്യർ 4:4-5 വാക്യങ്ങളും ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളും ആ കാര്യം വ്യക്തമാക്കുന്നു. Here this male child is born of this woman. We don't know its father. In the same way, Jesus Christ is called the seed of the woman in Genesis 3:14-15 and Galatians 4:4-5. സ്ത്രീയുടെ സന്തതിയായിട്ടാണ് ഇവിടെ ഈ ആൺകുട്ടിയെ കാണുന്നത്. അങ്ങനെ തിരുവെഴുത്തിൽ നമുക്ക് പൂരകമായി കാണുവാൻ കഴിയുന്നത് യേശുവിനെയാണ്. 2, ഈ കുട്ടി
ജഡമെടുത്ത കുട്ടിയാണ്. ഈ സ്ത്രീയുടെ സന്തതിയായിട്ടാ വന്നേക്കുന്നത്. ജഡധാരണം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ജഡമെടുത്തതായും തിരുവെഴുത്തിൽ നമുക്ക് പൂരകമായ ഒരു അടയാളമുള്ളത് ക്രിസ്തുവിനെ സംബന്ധിച്ച് മാത്രമാണ്. മുമ്പ് നമ്മൾ പറഞ്ഞ വാക്യങ്ങൾ കൂടാതെ യോഹന്നാൻ 1:1, 1:14, കൊലോസ്യ ലേഖനം 1-ാം അധ്യായവും അതിൻ്റെയും 8 മുതൽക്കുള്ള വാക്യങ്ങൾ, വിശേഷിച്ച് 15-ാമത്തെ ഒക്കെ വാക്യങ്ങളും എല്ലാം യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തെ കുറിച്ച് പറയുന്നു. 3, it speaks about his ascension. ഈ കുട്ടി ദൈവത്തിങ്കലേക്ക് എടുക്കപ്പെടുന്നതായി കാണുന്നു. പിശാചിനൊന്നും ചെയ്യുവാൻ കഴിയാത്തതുപോലെ ഈ കുട്ടി ദൈവത്തിങ്കലേക്ക്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. ആ സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടിയിലും യേശുക്രിസ്തുവിന്റെ ആരോഹണം, സ്വർഗാരോഹണത്തോട് ചേർന്ന് നിൽക്കുന്നു. അവിടെയും നമുക്ക് ഈ ആൺകുട്ടി യേശുവാണെന്ന് മനസ്സിലാക്കുന്നതിന് പ്രയാസമില്ല. 12-ന്റെ 5-ാമത്തെ വാക്യത്തിലാണ് caught up into heaven. സ്തോത്രം. സ്വർഗത്തിലേക്ക് കരയേറിപ്പോയത് ഈ യേശുവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പത്രോസ്ലീഹ തന്റെ ആദ്യത്തെ ക്രൈസ്തവ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ഇക്കാര്യം വ്യക്തമാക്കി. അതുകൂടാതെ നമ്മൾ ചില ദിവസങ്ങൾക്ക് മുമ്പ് 3-ാം അധ്യായത്തിൽ നിന്ന്, അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുകയും ചെയ്തു. ദൈവം നമ്മുടെ ഇടയിലായിരുന്നു, എനിക്ക് എൻ്റെ ഓർമ്മ, അതോ ഇനി മറ്റേതെങ്കിലും ക്ലാസ്സുകളായിരുന്നു. മൂന്നാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, ദൈവം അല്ലെങ്കിൽ 19 മുതൽ തന്നെ അങ്ങ് വായിച്ചോളൂ. 19 തൊട്ട് 21 വരെ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമ്മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുമ്പോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെയും അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായത്തിൽ നാം സ്വർഗാരോഹണം കാണുന്നുണ്ട്. ശിഷ്യന്മാരുമൊത്ത് 6-ാമത്തെ വാക്യം മുതൽ 1-ാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തികൾ 1-6 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. യേശുക്രിസ്തു ശിഷ്യന്മാരുമൊത്ത് ഒലിവുമലയിൽ ഇരിക്കുന്നതും അവിടെ നിന്നും അവർ കാൺകെ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതും. അപ്പോഴാണ് 11-ാമത്തെ വാക്യത്തിൽ 1-ാം അധ്യായത്തിൽ ദൂതന്മാർ വന്ന് ശിഷ്യന്മാരോട് പറയുന്നത്, ഈ യേശുവിനെ പോയതുപോലെ, പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും, അല്ലെങ്കിൽ അത് നിങ്ങൾ കാണും. അപ്പോൾ സ്വർഗാരോഹണത്തെ പറ്റി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പത്രോസിന്റെ പ്രസംഗത്തിൽ 3-21 പറയുന്നു. 20 പറഞ്ഞു, ദൈവത്തിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ നിങ്ങൾക്ക് വരും, നിങ്ങൾക്ക് മുൻ നിയമിച്ച യേശുവിനെ അയച്ചു തരും എന്നൊക്കെ. എന്നിട്ട് 21 പറഞ്ഞു, ദൈവം നിയമിച്ച ഒരു കാലമുണ്ട്, ആ കാലം, ആ സമയം പൂർത്തിയാകുവോളം സ്വർഗം യേശുവിനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അതും ഈ കുട്ടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതും എല്ലാം ഒരേ വിഷയങ്ങളാണ്. സ്വർഗാരോഹണം.
തിരികെ നാം 12-ാം അധ്യായം വെളിപ്പാടിലേക്ക് വരുന്നു. ഈ ആൺകുട്ടിയുടെ 4-ാമത്തെ പ്രത്യേകത അവിടെ പറയുന്നുണ്ട്. സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയിപ്പാനുള്ള ഒരു ആൺകുട്ടി. ആ പ്രയോഗം യേശുക്രിസ്തുവിനല്ലാതെ വേറെ ആർക്കും യോജിക്കത്തില്ല. യേശുക്രിസ്തു 7 സഭകളിൽ ഒരു സഭയോട് പറയുന്നുണ്ട്, ജയിക്കുന്നവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും എന്ന്. പക്ഷേ അത് ഇതുമായിട്ട് യോജിപ്പിക്കാൻ പറ്റില്ല. അത് പ്രതിഫലമായി ചിലർക്ക്, ജയിക്കുന്നവർക്ക്, അവിടുത്തെ ജയിക്കുന്ന ചിലർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. സ്തോത്രം. ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയിപ്പാൻ അധികാരമുള്ള ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. 2-ാം സങ്കീർത്തനത്തിൽ നാം അതിന്റെ പ്രവചനവും നിവൃത്തീകരണവും ഒക്കെ കാണുന്നുണ്ട്. ആ പ്രയോഗം വളരെയധികം യേശുക്രിസ്തുവുമായി മാത്രം യോജിച്ച് നിൽക്കുന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ ആൺകുട്ടി ക്രിസ്തുവാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. സ്തോത്രം. 5-ാമത്തെ പ്രത്യേകത, ഇറ്റ്സ് അബൌട്ട് ദ enmity ഓഫ് ദ ഡെവിൾ ഫോർ ദിസ് ചൈൽഡ്. ഈ ആൺകുട്ടിയോടുള്ള പിശാചിന്റെ എതിർപ്പ് അഥവാ ശത്രുതയാണ് കാണിക്കുന്നത്. പിശാച് ഇതുപോലെ വെറുത്ത വേറെ ഒരു വ്യക്തിയില്ല. പിശാച് ഇതുപോലെ ശത്രുത്വം വെച്ച് പുലർത്തുന്ന വേറെ ഒരു വ്യക്തിയില്ല. ആരെ പോലെ? സ്ത്രീയുടെ സന്തതിയായ മശിഹയെ പോലെ. അതും പ്രവചിക്കപ്പെട്ടതാണെന്ന് നമുക്കറിയാം. ഉൽപ്പത്തി 3:14-15. സ്തോത്രം. 15-ാമത്തെ വാക്യം അറിവുള്ളതാണെങ്കിലും ഒന്നും കൂടെ വായിച്ചോളൂ. 3:15 ജെനസിസ്, ഉൽപ്പത്തി. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. സ്തോത്രം. ആ ശത്രുത്വത്തെ ഏറ്റവും ആദ്യം നമുക്കൊരു വാഗ്ദത്തമായി ലഭിച്ചിരിക്കുക. ആ ശത്രുത്വത്തിന്റെ തീവ്രതയും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന ക്രിസ്തുവിനോടാണ്. സ്തോത്രം. ആറാമതൊരു പ്രത്യേകത, ഈ മഹാസർപ്പത്തിന്റെ ഇത്രയും ഘോരമായ ശത്രുത്വം അനുഭവിച്ചിട്ടും, ശത്രുത ഉണ്ടായിട്ടും, ഈ ആൺകുട്ടിക്ക് ഒരു ദോഷവും വരുത്തുവാൻ ഈ മഹാസർപ്പത്തിന് സാധിക്കുന്നില്ല. ഇത്രയേറെ സാത്താന്റെ എതിർപ്പുകളും തീവ്രമായ തീയമ്പുകളും ഈ ആൺകുട്ടിക്കെതിരെ, യേശു എന്ന മനുഷ്യക്കുഞ്ഞിനെതിരെ തന്നെ ഉണ്ടായിട്ടു അവന്റെ ജന്മത്തെ തടയാനോ അവന്റെ പ്രവൃത്തികൾക്ക് തടമിടാനോ ദൗത്യത്തിന് ഭംഗം വരുത്താനോ ഒന്നിനും സാത്താന് കഴിഞ്ഞില്ല. സാത്താന്റെ ഏറ്റവും ശക്തമായ എതിർപ്പ് ക്രിസ്തു എന്ന ആൺകുട്ടിക്കെതിരെ ഉണ്ടായിരുന്നു. എങ്കിലും ആ യേശുക്രിസ്തുവിന്റെ ജനനത്തെ തടയുന്നത് തുടങ്ങി യാതൊരു വിധത്തിലുമുള്ള അവന്റെ ലക്ഷ്യങ്ങൾ യേശുക്രിസ്തുവിൽ നിവർത്തിക്കുവാൻ അവന് സാധിച്ചില്ല.
സാധിച്ചില്ല. എന്തെങ്കിലും സാധിച്ചോ? സാധിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ സമ്മതിക്കരുത്. സാധിച്ചില്ല. സ്തോത്രം. യേശുവിനെ കാണിച്ചു കൊടുക്കാനോ അറസ്റ്റ് ചെയ്യിക്കാനോ ക്രൂശിച്ചു കൊല്ലാനോ ഒക്കെ സാത്താന്റെ സഫലതയാണോ അതൊക്കെ? പിതാവ് അല്ല. ഏൽപ്പിച്ചു കൊടുത്താണ്. ഇല്ല. സ്തോത്രം. അങ്ങനെ ഒരു സംശയം ചിലർക്കുണ്ടാകാം. അതുകൊണ്ട് ഞാൻ അതെടുത്ത് ചോദിച്ചതാണ്. യേശുവിനെ കാണിച്ചു കൊടുക്കാൻ സാത്താൻ യൂദായുടെ ഉള്ളിൽ പ്രവർത്തിച്ചു, അവനിൽ കയറി എന്നൊക്കെയുള്ളത് നമ്മൾ വായിക്കുകയും പിന്നെ ജീസസ് ഫിലിമോ ദയാസാഗർ ചിത്രമോ ഒക്കെ കണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുകയും ഒക്കെ ചെയ്യും. ദയാസാഗർ ചിത്രത്തിലെ സിനിമയിലെ ഒരു രംഗം ഒരാള് കഴിഞ്ഞ ഒരു ദിവസം പ്രസംഗിച്ചത് എന്നാന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടത് ഏതാണ്ട് ഒരു മാസത്തിന് മുൻപാണ് വീഡിയോയിൽ. ദയാസാഗർ എന്ന ഒരു ചിത്രമുണ്ട്, യേശു ക്രിസ്തുവിന്റെ സിനിമയാ. ജീസസ് എന്നൊരു ഫിലിമുണ്ട്, അത് ഫോറിൻ നിർമ്മിതമാണ്. എന്നാൽ ദയാസാഗർ ഇന്ത്യൻ നിർമ്മിതമാണ്. അതിലെ ഒരു ചിത്രം, അതിലെ ഒരു ഭാഗം, ഒരു ചിത്രീകരണ ഭാഗം നമ്മുടെ കൂട്ടത്തിലെ ഒരു മലയാളിയായ പ്രസംഗിയാര് വേദപുസ്തകത്തിലെ വെളിപ്പാടെന്ന നിലയിൽ പ്രസംഗിച്ചു കൂട്ടുന്നത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിരിക്കും. പ്രസംഗിച്ച ആളിന്റെ പേരെനിക്കറിയില്ല. ഒരു വനിതയായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു. ഈ പിക്ചർ കണ്ടിട്ട് അതൊക്കെ ദൈവവചനത്തിലുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ. അങ്ങനെ ഒരു സംശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്ത് ചോദിച്ചത്. ബറബാസുമായി ബന്ധപ്പെട്ട ഒരു ചിത്രീകരണമാണ് അതിൽ ആ സഹോദരി പ്രസംഗിക്കുന്നത്. വലിയ വെളിപ്പാടായിട്ടോ ഒക്കെയാ പറഞ്ഞു പിടിപ്പിക്കുന്നത്. പക്ഷെ സംഭവം ഇവിടെ നടക്കുന്നേ വചനത്തിന് യോജിക്കാത്തതായ സംഗതികൾ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആർക്കും അങ്ങനെ ഒരു സംശയം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാത്താൻ യൂദായുടെ ഉള്ളിൽ കടന്നതും യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ അവനെ കരുവാക്കുന്നതും യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നതും, അപ്പൊ ഇതൊക്കെ സാത്താന്റെ ശത്രുത്വം, യേശുവിനോടുള്ള ശത്രുത്വത്തിന്റെ വിജയമല്ലേ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, അല്ല. സാത്താന്റെ വിജയമല്ല യേശുവിന്റെ ക്രൂശീകരണം, യേശുവിന്റെ പിടിക്കപ്പെടൽ, യേശുക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകൾ, പാഷൻസ്, യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം, ഇതൊന്നും തന്നെ എന്തല്ല, സാത്താന്റെ വിജയം അല്ല. പകരം ഇതെല്ലാം അവന്റെ പരാജയ കാരണം തന്നെയായിരുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത്ര തീവ്രമായ സാത്താന്യ വിരുദ്ധത, സാത്താന്യമായ വൈരാഗ്യം യേശുവിനെതിരെ ഉണ്ടായിരുന്നെങ്കിലും
യേശുവിന്റെ ജനനത്തെ ഉൾപ്പെടെ തടയാൻ അവൻ ശ്രമിച്ചെങ്കിലും അവൻ ഒരു വിഷയത്തിലും യേശുവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. സംശയമില്ലല്ലോ ആർക്കും ഇത്രയും പറഞ്ഞതിൽ? ചുരുക്കി പറഞ്ഞാൽ സാത്താനെ പരാജയപ്പെടുത്താൻ സാത്താനെ തന്നെ ഉപയോഗിച്ചെന്നർത്ഥം. അതിനാണ് പറയുന്നത് Satan is number one deceiver, but he doesn't know he is under deception, and therefore his deceptions are actually snares for himself. സാത്താൻ ഏറ്റവും വലിയ വഞ്ചകനാണ്. എന്നാൽ അവൻ തന്നെ വഞ്ചിതനാകുന്നു എന്ന കാര്യം ഇവൻ അറിഞ്ഞുകൂടാ. അവന്റെ തന്നെ പദ്ധതികളിലൂടെ അവനെ വശീകരിക്കുന്ന, വഞ്ചിക്കുന്ന ഒരനുഭവം നമുക്ക് കാണാം. ഇവിടെയും അത് തന്നെയാണ് കാണുന്നത്. ഇനി അവൻ പറയുകയാ, അവൻ യേശുവിനെ കൊന്നെന്ന്, അവൻ യേശുവിനെ ഒതുക്കിയെന്ന്. ഇന്ന് ഞാൻ കേട്ട ഒരു ന്യൂസ് ചാനലിൽ കേട്ട ഒരു പദം ഞാൻ ഉപയോഗിക്കുക. യേശു വെറും പടമായെന്ന് ഇവൻ ഇങ്ങനെ ചിന്തിച്ചു. പടമായെന്ന് വെച്ചാൽ ഇനി ഫോട്ടോ മാത്രമേ ഉള്ളെന്ന്. ഹിസ്ബുള്ളി ഒക്കെ ഇസ്രായേലുകാർ അവരുടെ നേതാക്കന്മാരെ കൊന്നതിന് വേണ്ടി ഒരു ന്യൂസ് ചാനലുകാരൻ ഉപയോഗിച്ചൊരു പദമാണ്. അതുപോലെ സാത്താൻ ഒരുപക്ഷെ വിചാരിച്ചെന്നിരിക്കട്ടെ യേശു പടമായെന്ന്, ഇനി യേശുവിന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, വേറെ ഗതിയില്ലെന്ന്. പക്ഷേ സ്തോത്രം, അവന്റെ തോന്നൽ മാത്രമായിരുന്നു. അവൻ തന്നെ മെനഞ്ഞ തന്ത്രങ്ങളാൽ അവൻ തന്നെ പൂർണ്ണമായും നിഷ്കാസിതനായി. മറ്റെന്തെങ്കിലും? ശരി. ഇപ്പൊ ഇങ്ങനെയുള്ള ഈ 5-6 കൂട്ടം സംഗതികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിനെയാണ് ഇവിടെ ഈ സ്ത്രീയുടെ ആൺകുട്ടി എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്തുവിന്റെ ജനനത്തെ തടയാൻ വേണ്ടി പിശാച് വളരെ പരിശ്രമിച്ചത് നമുക്കറിയാം. ആദാം ഹവ്വമാരെ കൊണ്ട് പാപം ചെയ്യിച്ചു, ദൈവത്തിൽ നിന്ന് അകറ്റി. പിന്നെ ജനിച്ച ഭക്തതലമുറയായ ഹാബേല് അവനെ കൊന്നു. ലോകത്തെ മുഴുവനും പാപത്തിന്റെ കീഴിലടച്ച് ജലപ്രളയം വരുത്തി. സകല മനുഷ്യരും ചത്തൊടുങ്ങുമെന്ന് കരുതി. അങ്ങനെ താഴോട്ട് വരുമ്പം മുമ്പ് നമ്മൾ കേട്ട അബ്രഹാം സാറാമാരുടെ സന്തതിയില്ലാത്ത ദീർഘവർഷങ്ങൾ. അത് കഴിഞ്ഞ് ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്കിന് തലമുറകളില്ല, ദീർഘവർഷങ്ങൾ. അവിടെ നിന്നും ഇങ്ങോട്ട് വന്ന് ഈജിപ്തിൽ അടിമത്വത്തിലേക്ക് വിടുന്നു. ആൺകുഞ്ഞുങ്ങൾ ജനിക്കുവാൻ അനുവദിക്കാത്ത നിയമമായി. ഇങ്ങനെ ഇവിടെ എല്ലാം നാം യേശുക്രിസ്തുവിന്റെ ജനനത്തെ തടയാൻ പിശാച് പരിശ്രമിക്കുന്നത് കാണും.
സ്തോത്രം. യേശുക്രിസ്തു ജനിച്ചു കഴിഞ്ഞപ്പോഴോ ജനിച്ച കുഞ്ഞിനെ കൊന്നുകളയാനുള്ള ശ്രമങ്ങളും നാം കാണുന്നു. അത് നിമിത്തം ഒട്ടനവധി ആൺകുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. എന്നിട്ടും പിശാചിന് ജയിക്കുവാൻ സാധിച്ചില്ല. ക്രിസ്തുവിന്റെ ജനനത്തെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരല്പം ഒന്നും മാറ്റാൻ പറ്റിയില്ല. സമയം മാറ്റാൻ പറ്റിയില്ല, സ്ഥലം മാറ്റാൻ പറ്റിയില്ല. സ്തോത്രം. അവിടെ നിന്നും നാം ഇങ്ങോട്ട് വരുമ്പോൾ യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചത് ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷം ലൂക്കോസ് 4-ാമത്തെ അധ്യായത്തിലുണ്ട്. മലയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ കൊല്ലാൻ നിന്നവരുടെ മുമ്പിൽ കൂടെ യേശു അനങ്ങാതെ പോരുന്നു. ഇങ്ങനെ എവിടെയല്ല. ഏറ്റവും ഒടുവിൽ നാം കാണുന്നത് ഗെതസമനയിൽ വെച്ച് തന്നെ രക്തം വിയർത്ത് മരിച്ചു പോകുവാൻ ഇടയുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അതിനും ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. അപ്പൊ ഇങ്ങനെ ധാരാളം രീതികളിൽ യേശുവിനോടുള്ള എതിർപ്പ് സാത്താൻ പ്രകടിപ്പിച്ചു. ജനനം തടയാനും ജനിച്ചു കഴിഞ്ഞ് കൊല്ലാനും ക്രൂശ് വരെ പോകാതെ യേശുവിനെ ഇടയ്ക്ക് വെച്ച് തടയാൻ. പരീക്ഷാഘട്ടം അങ്ങനല്ലായിരുന്നു. ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി എന്ന് വെച്ചാൽ വെറുതെ ക്രൂശിലൊന്നും കയറി ചത്ത് പ്രശ്നമാക്കണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല നിലകളിലും യേശുവിനെ ഒതുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു 6 വർഷമുണ്ട് ഇതിനിടയിൽ. ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. യേശു ജനിക്കേണ്ടതായ ദാവീദിന്റെ വംശത്തിൽ ഒരു സമയത്ത് വന്നപ്പോൾ ഒരൊറ്റ ആൺകുട്ടി മാത്രം, ഒരൊറ്റ പുരുഷൻ മാത്രം. നാം അത് കാണുന്നത് 2 ദിനവൃത്താന്തം 21-ാമത്തെ അധ്യായത്തിലാണ്. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും പിന്നെ 22-ാമത്തെ അധ്യായം 10, 11, 12 വാക്യങ്ങളിലാണ്. 2 Chronicles 21:13-17 and 2 Chronicles chapter 22 verses 10-12 ഈ ഭാഗങ്ങളിൽ 22-ന്റെ 10, 11, 12 എടുത്തെങ്കിലും ഒന്ന് വായിക്കാമോ? അഹസ്യാവിന്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടിട്ട് എഴുന്നേറ്റ് യഹൂദഗൃഹത്തിലെ രാജസന്തതിയൊക്കെയും നശിപ്പിച്ചു. എന്നാൽ രാജകുമാരിയായ യഹോശബത്ത് കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവന്റെ ധാത്രിയെയും ഒരു ശയനഗ്രഹത്തിലാക്കി. ഇങ്ങനെ യഹോര രാജാവിന്റെ മകളും യഹോയാദാ പുരോഹിതന്റെ ഭാര്യയുമായ യഹോശബത്ത്, അവൾ അഹസ്യാവിന്റെ സഹോദരിയല്ലോ, അഥല്യ അവനെ കൊല്ലാതിരിക്കേണ്ടതിന് അവനെ ഒളിപ്പിച്ചു. അവൻ അവരോടുകൂടെ 6 സംവത്സരം ദൈവാലയത്തിൽ ഒളിച്ചിരുന്നു. ഈ 6 സംവത്സരം ഈ കൊച്ചു കുഞ്ഞിൽ മാത്രമാണ് മശിഹൈക പ്രത്യാശ മുഴുവനും കേന്ദ്രീകരിച്ചിരുന്നത്. സ്തോത്രം. ഇങ്ങനെയൊക്കെയുള്ള കുറെ പരിപാടികൾ ഇവൻ ഇണക്കി വെച്ചു. പക്ഷെ ഇവിടെ ഒന്നും അവൻ വിജയം കണ്ടില്ല. സ്തോത്രം. ഇവിടെ എങ്ങും വിജയം കണ്ടില്ല.
പകരം യേശുക്രിസ്തു തന്റെ ക്രൂശിൽ ഇവയുടെ മേലെല്ലാം, ബാക്കി പറയാമോ? ജയോത്സവം കൊണ്ടാടി. സ്തോത്രം. പ്രൈസ് ഗാഡ്. അപ്പോൾ ഈ ആൺകുട്ടി ക്രിസ്തുവാണ് എന്നത് നമുക്ക് ഈ വിധമായ കാര്യങ്ങൾ കൊണ്ടൊക്കെയും ഉറപ്പിക്കുവാനായിട്ട് സാധിക്കും. സ്തോത്രം. ഒത്തിരി സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. യേശുവിനെ കടലിൽ വെച്ച് കൊല്ലുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതുപോലെ അങ്ങനെ ധാരാളം. എന്നാൽ യേശു ക്രിസ്തു, നാം പത്രോസിന്റെ ഭാഷയിൽ തന്നെ അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ, ദൈവത്തിന്റെ ആലോചനയാലും സ്ഥിരനിർണയത്താലും, സ്തോത്രം, മുന്നറിവിന് ദൈവത്തിന്റെ പറഞ്ഞു അല്ലെങ്കിൽ വായിച്ചു. നസറേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട്. സ്തോത്രം. അപ്പോൾ ദൈവമാണ് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം യേശുക്രിസ്തുവിനെ ക്രൂശിലേക്ക് ഏൽപ്പിക്കുന്നത്. പിശാച് ഞാനാണെന്നൊക്കെ പറയാമെങ്കിലും അല്ല. സ്തോത്രം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ആൺകുട്ടി ക്രിസ്തുവാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. പിന്നെ ഒരു ചെറിയ അപവാദം അല്ലെങ്കിൽ ഒരു ചെറിയ സംശയത്തിന് മാത്രമേ ഇവിടെ ഇടയുള്ളൂ. പന്ത്രണ്ടിന്റെ 5 നമ്മൾ വായിക്കുന്നത് പോലെ, പ്രസവിച്ചു, കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. അപ്പോൾ ഈ കുട്ടി പ്രസവിച്ച ഉടൻ തന്നെ അങ്ങ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന ഒരു ചിന്ത ഈ വാക്യത്തിൽ നിന്നുണ്ടാകും. അതുമാത്രമാണ് യേശു ആണ് ഈ കുഞ്ഞ് അല്ലെങ്കിൽ ഈ ആൺകുട്ടി എന്ന് പറയുന്നതിൽ നിന്ന് കൂടുതലായിട്ട് സംശയമുള്ളവാണ്. ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ? ഇംഗ്ലീഷില് ഇമ്മീഡിയറ്റ്ലി എന്ന് എഴുതിയിട്ടില്ല. ഓക്കെ, കോമായുള്ളൂ അല്ലേ? ഒന്ന് വായിച്ചു മോളെ. She gave birth to a son, a male child, who will rule all the nations with an iron scepter, and her child was snatched up to God and to his throne. സ്തോത്രം. പ്രസവിച്ചു, മലയാളത്തിൽ ഒരു കോമയുണ്ട് അല്ലേ? കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഹിന്ദി ബൈബിൾ ഉണ്ടോ ആരുടെയും കയ്യിൽ? പെട്ടെന്ന്, ഇമ്മീഡിയറ്റ്ലി എന്നൊരു പ്രയോഗം അവിടെ ഉണ്ടോ? ഉഠാ ലിയാ ഗയാ, ഇത്രയും. പെട്ടെന്ന് എന്നില്ല അല്ലേ? ഉഠാക്കർ പൗഞ്ചാ ദിയാ ഗയാ. അർത്ഥം അത്രേ ഉള്ളൂ. പെട്ടെന്ന് എന്നൊരു പ്രയോഗം ഇല്ലല്ലോ മലയാളത്തിലുള്ളത് പോലെ. അങ്ങനെ കാണുന്നില്ല.
ചില ട്രാൻസ്ലേഷൻസില് ഏകായേക് എന്നുണ്ട്. ഏകായേക്. ഓക്കെ. ഗ്രീക്കിലും പെട്ടെന്ന് എന്ന പ്രയോഗം ഇല്ല. പെട്ടെന്ന് എന്നൊരു പ്രയോഗം മലയാളത്തിലുള്ളത് കൊണ്ടാണ് ചിലർക്ക് ഒരല്പം സംശയം. യേശുക്രിസ്തു ജനിച്ച ഉടനെ അങ്ങ് സ്വർഗത്തിൽ പോയില്ലല്ലോ, സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ എന്ന ഒരു ചിന്ത. പെട്ടെന്ന് എന്നുള്ള പ്രയോഗം മൂലഭാഷയിലും കാണുന്നില്ല. ചില മാനുസ്ക്രിപ്റ്റ്സിൽ ഉണ്ടാകാം. ഇനി യേശുക്രിസ്തുവിനെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് വന്നാൽ കൂടെ ഏതാണ്ടൊരു 3-3.5 വർഷത്തെ, അല്ലെങ്കിൽ വേണ്ട 33ഓളം വർഷത്തെ ഒരു ഗ്യാപ്പേ ഉള്ളൂ. വേദപുസ്തക പ്രവചനങ്ങൾ അനുസരിച്ച് ഒരൊറ്റ വാചകത്തിൽ കൊടുത്തിരിക്കുന്ന പ്രവചനങ്ങൾക്കിടയിൽ ദീർഘയുഗങ്ങളുടെ വ്യത്യാസം വരിക എന്നത് സ്വാഭാവികമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച 70 ആഴ്ചവട്ടം. ഈ 70 ആഴ്ചവട്ടത്തിലെ 69-നും 70-നും ഇടയിലുള്ള ഒരു വിടവ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. അതുപോലെ യെശയ്യാവ് 61-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്ത വിഷയം പറയുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും അവന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും എന്ന് കാണുന്നു. ദൈവത്തിന്റെ പ്രസാദ വർഷവും പ്രതികാര ദിവസവും ഒറ്റ വാചകത്തിലാണ് അത് എഴുതിയിരിക്കുന്നതെങ്കിലും അവയ്ക്ക് തമ്മിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ വ്യത്യാസം, വിടവുണ്ടെന്നുള്ളത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് മനസ്സിലാകും. ഇതുപോലെ യേശുക്രിസ്തു ജനിച്ചു, ആ കുട്ടി സ്വർഗത്തിലേക്ക് ദൈവസിംഹാസനത്തിങ്കിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവവചനത്തിലെ പ്രവചനങ്ങളുടെ ഭാഷ വെച്ച് നോക്കിയാൽ അവിടെ ഒരു പ്രശ്നമില്ല. കാര്യം മനസ്സിലായോ? കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടോ? ആരും ഒന്നും അനങ്ങുന്നില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ആൺകുട്ടി യേശുക്രിസ്തു ആണെന്നുള്ളതിന് വല്ല സംശയമുണ്ടോ? രണ്ട്, ഈ കുട്ടിയെ പ്രസവിച്ചപ്പോൾ ഉടനെ അങ്ങ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ യേശു അല്ലല്ലോ, യേശു പ്രസവിച്ച ഉടനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ടില്ലല്ലോ. അതിന് നമ്മൾ വിശദീകരണം കണ്ടു. അത് മനസ്സിലായില്ലയോ? ഈ രണ്ട് കാര്യങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണം വേണോ, സംശയമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. മനസ്സിലായി പാസ്റ്ററെ, മനസ്സിലായി. സ്തോത്രം. സംശയമില്ല. ഓക്കെ.
അങ്ങനെയാകുമ്പോൾ ഈ 12-ാമത്തെ അധ്യായത്തിലെ 3 പ്രധാന കഥാപാത്രങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഈ സ്ത്രീയും മഹാസർപ്പവും ആൺകുട്ടിയും. ഇനി നമുക്ക് കാണുവാനുള്ളത് ആകാശയുദ്ധമാണ്. അതിലേക്ക് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് വരാൻ ദൈവം അനുവദിച്ചാൽ. നാളെ കഴിഞ്ഞിട്ട്. നാളെ ഞായറാഴ്ചയാണല്ലോ. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരീയമായി നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ബൈബിൾ അക്ഷരീയമായും ദൈവശ്വാസീയമായ ദൈവവചനമാണ് എന്നതിന് തെളിവാണ്. സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ആധാരമായി അതിൽ സന്തോഷിച്ച് അത് രാപ്പകൽ ധ്യാനിച്ച് പാപം വിട്ട് പ്രലോഭനങ്ങളെയും പിശാചിന്റെ ഭീഷണികളെയും അതിജീവിച്ച് നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവനായിട്ട് ഒരുങ്ങുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം.